ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. നന്നായിരിക്കുന്നു. ഹണിയുടെ ഇങ്ങനെയൊരു പെർഫോമൻസ് ഇത്രയും നന്നായിട്ട് ഒരു സീരീസ് ഫിലിമാണ് അല്ലേ എനിക്ക് തോന്നുന്നു. റേച്ചൽ അത് 6-ാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാലുവും മഞ്ജുവും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇറക്കുന്നൊരു പടമാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാലു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. അനുഭവം അതാണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റ് ഉണ്ടാകട്ടെ. എനിവേ, ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ, ഒരു ഫാമിലി. പിന്നെ ഞാൻ ഒത്തിരി വാത്സല്യത്തോടെ കാണുന്ന ബാബുരാജാണേലും ബൈജു ആണേലും ഒത്തിരി പേര് എനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാദു, മഞ്ജു, ഷാഹുൽ ഹമീദ്, രാജൻ, നിർമ്മാതാക്കളോടാണ്. നിങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ആനന്ദിനെ കണക്കുള്ള ഫ്രഷ് ഡയറക്ടർക്കൊരു വലിയ അവസരം കൊടുത്തിരിക്കുന്നു. ഹണിയെപ്പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു, അതിനു മുമ്പ് 2002-03 ആണ് പൃഥ്വിരാജിന്റെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ വീട്. ഹണിയുടെ അച്ഛനും ഹണിയും കൂടി എന്ന മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴുണ്ടെന്ന് തോന്നുന്ന ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാകണം മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയേട്ടൻ്റെ അന്നത്തെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇദ്ദേഹം കുറച്ചുകൂടി വലുതായിട്ട്. അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം, മണിക്കൂട്ടനെ ഹീറോയാക്കാം, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നതും. അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും, എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ ആ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമ ചെയ്താൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം. സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട് ഹണി. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത്, അല്ലേ? ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിലകള, കല്യാണ സൗഗന്ധി, അനുരാഗ കൊട്ടാരം, അങ്ങനെയുള്ള പടം ചെയ്ത്, ഹൊറർ പടം ആകാശഗംഗ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് മനസ്സിലേറ്റവും, അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അതിന്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.